ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിലവറയിലെത്തുന്ന മൈഥിലി ചെമ്പകമംഗലത്തിന്റെ ഉടവാള് അവിടെ നിന്നും അടിച്ചു മാറ്റുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മൈഥിലി കുഞ്ഞുമായി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ചെമ്പകമംഗലം വിട്ട് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും തകർന്നു നിൽക്കുമ്പോൾ ജഗദീഷ് എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്. വൈഗ ചെമ്പകമംഗലത്തെ കുഞ്ഞാണെങ്കിൽ ചെമ്പകമംഗലത്ത് തന്നെ അവൾ വളരും. നിന്റെ കുഞ്ഞമ്മാവൻ നിന്റെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്നെ തിരികെ കൊണ്ടു തന്നിരിക്കും. ഇത് നിന്റെ കുഞ്ഞമ്മാവന്റെ വാക്കാണെന്നൊക്കെ ജഗദീഷ് പറയുമ്പോൾ കാർത്തിയും മറ്റുള്ളവരും സമാധാനത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിലവറയുടെ മുന്നിൽ ബോധമില്ലാതെ കിടക്കുന്ന മീനാക്ഷിക്കരികിൽ നിന്നും തട്ടി വിളിക്കുന്ന മാലതിയെയാണ്. മാലതിയുടെ നിലവിളി കേട്ടുകൊണ്ട് സാവിത്രിയും നന്ദിനിയും കൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ ബോധരഹിതയായി കിടക്കുന്ന മീനാക്ഷിയാണ് കാണിക്കുന്നത്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. എല്ലാവരും മീനാക്ഷി തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിക്ക് ബോധം വരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഉടവാൾ കൊണ്ടുപോകാൻ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടും മേളവുമൊക്കെ ആയിട്ട് ആളുകൾ വരുന്നതാണ്. ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന മാലതിയും സാവിത്രിയും നന്ദിനിയുമാണ്. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. ദേ, നിങ്ങളത് നോക്കിക്കേ, നിലവറയില്ലേ തുറന്നു കിടക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.